സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണിപ്പോൾ കേരളത്തിൽ ലഭിക്കുന്നതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. തെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിതീവ്ര മഴ ലഭിക്കുന്ന സാഹചര്യം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാനമൊട്ടാകെ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിനും പ്രളയത്തിനും സാധ്യതയുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരാൻ സന്നദ്ധരാവണമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം മഴക്കെടുതിയിൽ വിവിധയിടങ്ങളിലായി 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ശക്തമായ മഴയിലും കാറ്റിലും വീട്ടുമുറ്റത്ത് നിന്ന തെങ്ങ് വീണ് യുവാവ് മരിച്ചു. മലപ്പുറം ചിറയിൽ കുളങ്ങര ധർമ്മപാലന്റെ മകൻ അരവിന്ദാണ് മരിച്ചത്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. 5 തെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത്. എറണാകുളം വേങ്ങൂരിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു. ഐക്കരക്കുടി ഷൈബിന്റെ മകൻ എൽദോസാണ് മരിച്ചത്. കാഞ്ഞങ്ങാട് കൂട്ടുകാർക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ 16-കാരൻ മുങ്ങി മരിച്ചു. വൈക്കം വേമ്പനാട്ടുകായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ ചെമ്പ് സ്വദേശി സദാനന്ദനാണ് മരിച്ചത്. അതിശക്തമായ മഴയാണ് സംസ്ഥാനമൊട്ടാകെ പെയ്തത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ രാവിലെ 9:10 മുതൽ 10:10 വരെ മാത്രം പെയ്തത് 100 മില്ലിമീറ്റർ മഴയാണ്. 11 മണി മുതൽ 12 മണി വരെ 98.4 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. മഴയിൽ കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. ഗതാഗത കുരുക്കും രൂക്ഷമാണ്. MG റോഡ്, ഇൻഫോ പാർക്ക് തുടങ്ങിയ ഇടങ്ങളിലും വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറുന്നത്. വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങി. കാക്കനാട് വാഴക്കാല മാർക്കറ്റ് വെള്ളത്തിൽ മുങ്ങി. മാർക്കറ്റിൽ മീൻ, മാംസം, പച്ചക്കറികൾ തുടങ്ങിയവ വെള്ളത്തിൽ നശിച്ചു. അങ്കമാലിയിൽ റോഡരികിൽ പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനങ്ങൾ ഒഴുകിപ്പോയി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. തലസ്ഥാന നഗരത്തിലെയും സ്ഥിതി ഇതുതന്നെ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഫാമിൽ വെള്ളം കയറി 5000-ഓളം കോഴിക്കുഞ്ഞുങ്ങളാണ് ചത്തുപോയത്. തിരുവനന്തപുരത്ത് കിള്ളിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് ജഗതി, മേലാറന്നൂർ എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. വർക്കലയിൽ പാപനാശം ബലിമണ്ഡപത്തിന് സമീപം കുന്നിടിഞ്ഞു. കൊല്ലത്തും പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. അതിതീവ്ര മഴ അപകടങ്ങൾ ഇനിയും സൃഷ്ടിക്കാൻ ഇടയാക്കിയേക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.